രാജ്യത്തെ നടുക്കിയ ഏറ്റവും വലിയ വിമാന ദുരന്തമാണ് അഹമ്മദാബാദ് വിമാന അപകടം. 241 യാത്രക്കാർ മരിച്ചു. അതോടൊപ്പം തന്നെ പ്രദേശവാസികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ, 24 പ്രദേശവാസികൾ എന്നുള്ള കണക്കുകൾ പുറത്തുവരുമ്പോൾ അനൌദ്യോഗികമായുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നത് 294 മരണമാകെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സാണ് 294 എന്നുള്ള മരണനിരക്ക് സൂചിപ്പിക്കുന്നത്. ജിഷ്ണുവിലേക്ക്. ജിഷ്ണു, ഇപ്പോൾ നിലവിൽ ദുരന്തമുഖത്ത് വിവിധ തരത്തിലുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം അല്ലെങ്കിൽ തിരച്ചിൽ ഒക്കെ പുരോഗമിക്കുകയാണ്. നേരത്തെ തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥരോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത് അവരുടെ ടീം അവിടെ തന്നെയുണ്ട്, അവർ ചില അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആ ടീം ദുരന്തമുഖത്ത് നിന്ന് ശേഖരിക്കാവുന്ന കാര്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൺഫർമേഷൻ വരുന്നതിനനുസരിച്ച് മാധ്യമങ്ങളോട് അവയൊക്കെ പങ്കുവയ്ക്കാം എന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അതിലേക്കൊക്കെ ഒരു സ്ഥിരീകരണം എത്തേണ്ടതുണ്ട്. നമുക്ക് ജിഷ്ണുവിലേക്ക് എത്താം. അതിനു മുൻപ് നന്ദഗോപനിലേക്ക് പോകുന്നു. നന്ദൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 8:30 മണിക്ക് ശേഷം സംഭവസ്ഥലത്തെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചതായാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? കൂടുതൽ വിവരങ്ങൾ. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് യാത്ര തിരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം പ്രത്യേക വിമാനത്തിലാണ് അഹമ്മദാബാദിലേക്ക് എത്തുന്നത്. അവിടെ സിവിൽ ആശുപത്രിയിൽ പരിക്കേറ്റവരെ അദ്ദേഹം സന്ദർശിക്കും. അതിനു മുമ്പേ തന്നെ അദ്ദേഹം ഉദ്യോഗസ്ഥരുമായും അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, അതേപോലെ തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രി എന്നിവർ സംഭവ സ്ഥലത്തുണ്ട്. ഇരുവരുമായും അദ്ദേഹം ചർച്ച നടത്തും. രാവിലെ തന്നെ ടെലിഫോൺ സംഭാഷണത്തിലൂടെ നിലവിലെ സ്ഥിതിഗതികളും അതേപോലെ തന്നെ പരിക്ക് പറ്റിയവരുടെ വിശദാംശങ്ങളും മറ്റും പ്രധാനമന്ത്രി അന്വേഷിച്ചിരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്രമീകരണങ്ങൾ അധികമായി ഒരുക്കേണ്ടതുണ്ടെങ്കിൽ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള കർശന നിർദ്ദേശവും പ്രധാനമന്ത്രി നൽകിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ രോഗികൾക്ക് ഏതെങ്കിലും തരത്തിൽ അടിയന്തര ചികിത്സയടക്കം ആവശ്യമുണ്ടെങ്കിൽ അവരെ എയർലിഫ്റ്റ് ചെയ്യുന്നതടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ഇങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും, അതായത് രക്ഷാപ്രവർത്തനം യഥാസമയം തന്നെ നടന്നു. അതുകൊണ്ടാണ് വലിയ രീതിയിൽ കൂടുതൽ ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാതിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഈ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തൊട്ടടുത്ത് തന്നെയായിരുന്നു സിവിൽ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത്. ആ സിവിൽ ഹോസ്പിറ്റൽ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ആശുപത്രി കൂടിയാണ്. അവിടെ നിലവിൽ പര്യാപ്തമായിട്ടുള്ള എല്ലാ ചികിത്സയും അവിടെ ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ആരോഗ്യ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പരിക്ക് പറ്റിയവരെ ആരെയും മറ്റ് ആശുപത്രിയിലേക്കും മറ്റും മാറ്റേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളതും പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ അടുത്ത ഘട്ടം കടന്നിരിക്കുന്നത്. സിവിൽ ഏവിയേഷൻ മന്ത്രാലയം, ഒപ്പം തന്നെ DGCയുടെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനോടകം തന്നെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഈ ബ്ലാക്ക് ബോക്സിനകത്തുള്ള ഡേറ്റ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഒന്ന് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറാണ്. ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിൽ ഈ വിമാനത്തിന്റെയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതായത് വിമാനം എത്ര സ്പീഡിലായിരുന്നു പറഞ്ഞിരുന്നത്, എത്ര അടി വരെ ഉയർന്നിരുന്നു, എന്താണ് ആ എഞ്ചിന്റെ അവസ്ഥ എന്തായിരുന്നു, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ അടക്കമുള്ള മുഴുവൻ ഡേറ്റകളും ഈ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡിലുണ്ടാകും. ഏതെങ്കിലും തരത്തിൽ വിമാനത്തിന് തകരാറുണ്ടോ എന്നുള്ളത് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് ഈ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിലൂടെയാണ്. അതിനുശേഷം കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ആയിരിക്കും പിന്നീട് പരിശോധിക്കുക. അതായത് ഈ രണ്ട് പൈലറ്റുമാരും നടത്തിയ സംഭാഷണം എന്താണ്, അവർ തിരിച്ചറിഞ്ഞ ഇറർ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ വിമാനത്തിന് ഉണ്ടായ അപകടം, അല്ലെങ്കിൽ എന്താണ് തകരാർ എന്നുള്ളത് സ്വാഭാവികമായും ഇരു പൈലറ്റുമാരും തമ്മിൽ നടത്തിയ സംഭാഷണം ഉണ്ടാകും. ആ സംഭാഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് അത് ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ പരിശോധിക്കുന്നതിലൂടെ അത് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകും. ഇതിലൂടെ നമുക്ക് പ്രാഥമികമായിട്ട് എന്താണ് ഈ വിമാനത്തിന് സംഭവിച്ചത് എന്ന് അറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നീട് തുടർന്ന് വിശദമായ തന്നെ അന്വേഷണം തന്നെ നടക്കുകയാണ്. ഈ നമ്മുടെ DGCയുടെ ഏജൻസി കൂടാതെ തന്നെ അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ പ്രത്യേക ഏജൻസി, അവരും അതേപോലെ തന്നെ ബോയിങ് കമ്പനിയുടെ ടീമും ഒപ്പം തന്നെ ബ്രിട്ടൻ ഏവിയേഷന്റെ ടീമും ഇവിടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്.
സുതാര്യമായ അന്വേഷണം, ഒരു തരത്തിലും ഒന്നും മൂടിവെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോക രാജ്യങ്ങളൊക്കെ തന്നെ ഉറ്റുനോക്കുന്നുണ്ട് എന്താണ് ഭാരതത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ഉറ്റുനോക്കുന്നുണ്ട്. അതുകൊണ്ട് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ കൃത്യമായി മറുപടി പറയേണ്ടത് അനിവാര്യമാണ്. എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായി എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിലെ ഓരോ ചുവടുകളും കൃത്യമായി തന്നെ നോക്കിയാണ് ഓരോ ഉദ്യോഗസ്ഥരും അതിന്റെ കൃത്യമായ പരിശോധനകൾ നടത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പരിശോധനകൾ ഒരു കോണിൽ കൂടി നടക്കുന്നു. ഒപ്പം തന്നെ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുവാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. DNA പരിശോധന അനിവാര്യമാണ്. നമുക്ക് ഇന്നലെ ലഭ്യമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് മര കഷ്ണം കരിച്ചിട്ടിരിക്കുന്ന രീതിയിലുള്ള ഡെഡ് ബോഡികൾ, മൃതദേഹങ്ങളായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. മിക്ക മൃതദേഹങ്ങളും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്ന നിലയിൽ തന്നെയായിരുന്നു. ആ സീറ്റ് ബെൽറ്റിനോടൊപ്പം ചേർന്ന് കരിഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയിലാണ് ഓരോ മൃതദേഹങ്ങളും. തിരിച്ചറിയാൻ കഴിയുന്നില്ല ആരെയും. DNA പരിശോധന അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട സാമ്പിളുകൾ ശേഖരിക്കുകയും ഏതാണ്ട് 72 മണിക്കൂർ ഇതിനായി ആവശ്യം വരും. അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ തിരിച്ചറിയുവാനും നാട്ടിലെത്തിക്കുവാനും പത്തനംതിട്ട കേരളത്തിൽ മലയാളി അടക്കമുള്ള രജിതയുടെ അടക്കമുള്ള മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുവാൻ അതിൻ്റെതായിട്ടുള്ള ഒരു സമയം വേണ്ടിവരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനോടകം പ്രത്യേക ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട് ഗുജറാത്ത് സർക്കാർ. ഒപ്പം തന്നെ എയർപോർട്ടിന് പുറത്തായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ഹെൽപ്പ് ലൈൻ നടത്തുന്നുണ്ട്. എയർ ഇന്ത്യ ഇതിനോടകം തന്നെ ഹോട്ട്ലൈൻ നമ്പർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ബന്ധുക്കൾക്ക് അതേപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിക്കാമെന്നുള്ളതാണ്. ഒപ്പം തന്നെ നേരിട്ട് വന്നാൽ മറ്റ് ക്രമീകരണങ്ങൾ സ്വാഭാവികമായും DNA പരിശോധനയ്ക്ക് ബന്ധുക്കളടക്കം നേരിട്ട് എത്തേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ബന്ധുക്കളോട് ഉടൻ തന്നെ തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത മൃതദേഹങ്ങളാണെങ്കിൽ അവരുടെ ബന്ധുക്കളോട് ഉടൻ അഹമ്മദാബാദിൽ എത്താനും ഇതിനോടകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ഏതാണ്ട് 72 മണിക്കൂറിനകം തന്നെ ഈ മൃതദേഹങ്ങൾ പൂർണ്ണമായും ബന്ധുക്കൾക്ക് വിട്ട് നൽകുന്ന രീതിയിൽ അത്ര വളരെ സ്പീഡായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഒപ്പം ചികിത്സയിലുള്ളവർക്ക് വിദഗ്ധ ചികിത്സയും നൽകി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യ സാധ്യമാകുന്നതെല്ലാം ചെയ്യാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഭാരതം കണ്ടിട്ടുള്ള ഈ വ്യോമ ദുരന്തങ്ങളിൽ രണ്ടാമത്തെ വലിയ ദുരന്തമാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഈ അടുത്തിടെ 96 ഹരിയാനയിലുണ്ടായ വ്യോമ ദുരന്തം ഏതാണ്ട് 365 ആൾക്കാരാണെന്ന് കസാഖിസ്ഥാൻ എയർലൈൻസും സൗദി എയർലൈൻസും മിഡ് എയർ കൊലീഷൻ, അതായത് മുകളിൽ ആകാശത്ത് വെച്ച് തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടം ഉണ്ടായത്. അന്ന് അത് ATC നൽകിയ നിർദ്ദേശങ്ങളുടെ പ്രശ്നങ്ങളായിരുന്നു എന്നുള്ളതാണ് അത് കണ്ടെത്തിയിരുന്നത്. ഇങ്ങനെ പല എയർ ആക്സിഡൻസുകളും രാജ്യത്ത് കരിപ്പൂരടക്കം അതേപോലെ തന്നെ മംഗലാപുരത്തടക്കം നിരവധി വിമാന അപകടങ്ങൾ രാജ്യത്ത് നടന്നിട്ടുണ്ട്. എല്ലാ അപകടങ്ങളും ഉടനടി റിപ്പോർട്ടുകൾ പുറത്തു വന്നതല്ല കണ്ടിട്ടുള്ളത്. മറിച്ച് ഇപ്പോൾ മംഗലാപുരം അപകടമാണേലും കോഴിക്കോട് ഈ വിമാന അപകടമാണേലും ഏതാണ്ട് 2 വർഷമൊക്കെ എടുത്താണ് ഈ റിപ്പോർട്ടുകൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ഔദ്യോഗികമായി രേഖകളിലാക്കി പുറത്തേക്ക് വിടുന്നത്. അത്ര പഠനത്തിന് ശേഷവും കൃത്യമായ അന്വേഷണത്തിന് ശേഷവുമാകും. ഈ കേസിൽ ഇതിനോടകം തന്നെ മരണസംഖ്യ ഉയർന്ന് വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വലിയ ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സമയം എടുക്കുമെന്നുള്ളതാണ് അന്വേഷണ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയില്ല. ഇതാണ് ഇതിന്റെ റീസൺ, ഈ അപകടമുണ്ടായതിന് കാരണം ഇതാണ്, അല്ലെങ്കിൽ ഇവിടെയാണ് ഭാഗത്തുക വന്നത് എന്ന് നമുക്ക് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. അതിന് വ്യക്തമായ അന്വേഷണം വേണം. ഒപ്പം തന്നെ ശാസ്ത്രീയമായ പല പരിശോധനകളും നടത്തേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വരുന്നതെല്ലാം വ്യൂഹങ്ങൾ മാത്രമാണ്. എവിടെയും പിഴവ് പറ്റാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും തന്നെ തള്ളിക്കളയുന്നില്ല. എല്ലാ സാധ്യതകളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. അട്ടിമറി സാധ്യത അടക്കം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വളരെ വിശദമായ ശാസ്ത്രീയ പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട്. ATCയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, അതേപോലെ തന്നെ എയർ ഇന്ത്യയുടെ ടെക്നിക്കൽ സ്റ്റാഫ്, ഒപ്പം തന്നെ ലോഡ് ആൻഡ് ട്രിം, ഇതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു വകുപ്പാണ് ലോഡ് ആൻഡ് ട്രിം ഉദ്യോഗസ്ഥരെയും ഇതിന്റെ ഭാഗമായി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ള പിഴവുണ്ടായാൽ പോലും ഈ വിമാനത്തിന്റെ ടേക്ക് ഓഫിനെ അത് ബാധിക്കും, അല്ലെങ്കിൽ വിമാനത്തിന്റെ യാത്രയെ അത് ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ട് മെട്രോളജി ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ തന്നെ മറ്റ് റഡാർ ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള മുഴുവൻ ഡിപ്പാർട്ട്മെന്റിലെയും ഉദ്യോഗസ്ഥരോട് ഹാജരായി അവരുടെ കൃത്യമായ മൊഴി രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മിസ്സിംഗ് കേസ് ഉണ്ടോ, അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യാതിരുന്നവരുണ്ടോ, ഇങ്ങനെ പല തരത്തിൽ പല വിശദമായ
വിശദമായ അന്വേഷണം പല തട്ടിൽ നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അപകടം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ്. ഇത്തരം ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ സ്വാഭാവികമായ ഒരു ടീമിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഈ ആക്സിഡന്റ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അവരുടെ പ്രത്യേക ടീം തന്നെ ഇത്തരം സംഭവങ്ങൾ അന്വേഷിക്കാൻ അത്തരമൊരു സമിതി അല്ലെങ്കിൽ അത്തരമൊരു ടീം തന്നെ. ശരി നന്ദൻ, ഞാനൊന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക.